ഹലോ ഹായ്, ഞാൻ സൗദി റിയാദിൽ ഇപ്പം മൂന്നാമത്തെ ദിവസം വന്നിട്ട് ഇപ്പം ബാക്കിയുള്ള ദിവസമെല്ലാം ഹൗസ് ഡ്രൈവറാണ്. ഞാൻ മൂന്നാമത്തെ ദിവസം ഇപ്പം എൻ്റെ കഞ്ഞിയോ ചോറ് എന്ത് വേണം വെക്കാനുള്ള എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. എല്ലാത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് തന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഷോപ്പ് ചെയ്ത് എല്ലാ സാധനങ്ങളുണ്ട്. അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവർ ആഹാരമൊക്കെ തന്നു. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പാചകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ നമുക്ക് വണ്ടി ഓടിക്കാനൊന്നും കിട്ടിയിട്ടില്ല. വണ്ടി ഓടിക്കാൻ ഇപ്പോൾ എപ്പോഴാണ് കിട്ടില്ല, നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയൊരു മുറിയാണ്. പിന്നെ ഇതിലൂടെ ഒരു ഗ്ലോത്തൊക്കെ കിട്ടണം. ഇത്രയും കുഴപ്പമില്ല. നല്ല നേരത്തെ അത് താമസിച്ചാണ്. ചെറിയ ഫാമിലിയാണെന്ന് തോന്നുന്നു. ഈ ഫാമിലിയെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മുടെ 2 പേരെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളൂ, ബാക്കി ആരെയും കണ്ടിട്ടില്ല. പിന്നെ AC ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് വെച്ചാൽ അത്രയ്ക്കും തണുപ്പായിരുന്നു. ശബരിമല സീസണിൻ്റെ പണ്ട് ഭയങ്കര ശബരിമല സീസണൊക്കെ സമയത്താകുമ്പോഴത്തേക്ക് കണക്കണും മകരമാസമൊക്കെ ആവുന്നതിൻ്റെ അനക്കാനും ഭയങ്കര തണുപ്പ്. അനക്കാൻ തണുപ്പായിരുന്നു. പിന്നെ കുഴപ്പമില്ലാതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കിടന്നുറങ്ങാനും പിന്നെ എല്ലാം ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളെല്ലാം മേടിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഇപ്പോൾ കഞ്ഞി വെക്കുക, അച്ചാറൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കഞ്ഞി വെക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ചോറ് വെക്കുന്നില്ല. ആദ്യം ഫസ്റ്റ് ദിവസം കഞ്ഞി കുടിക്കാം. കഞ്ഞിയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ലാസ്റ്റൊക്കെ കഞ്ഞി തുടങ്ങാം. കഞ്ഞി വെന്തോന്ന് നോക്കിയിട്ട് ഇത് വെന്തെന്ന് തോന്നുന്നു. കുറച്ച് അരി ഇട്ടുള്ളൂ. ഈ പാത്രത്തിനകത്ത് ഇച്ചിരി അരി ഇട്ടേ ഉള്ളൂ. പക്ഷെ അരിക്ക് നല്ല അരി വെന്ത് വരുന്തോറും കൊള്ളുന്നില്ലല്ലോ പാത്രത്തിൽ. ചിക്കൻ്റെ വേവുണ്ട്, ഇച്ചിരി വേവുകളുണ്ട് കേട്ടോ. അത് നമുക്ക് ഇച്ചിരി വേവണം കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ അടച്ച് വെക്കാം കഞ്ഞി. ഇപ്പോൾ സാൾട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവരും സാൾട്ട് തന്നിട്ടുണ്ട്. അവർ ഒത്തിരി സാധനം മേടിച്ച് തന്നിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങൾ മേടിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ഇതേ കൂട്ട് മലക്കറി ഐറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും മറ്റേ ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് രസം തോന്നുന്നത് എനിക്ക് അവിടുത്തെ സവാള ഭയങ്കര രസം തോന്നുന്നുണ്ട് കേട്ടോ. ഈ സവാള നമ്മുടെ സവാള കൂട്ടല്ല, സവാളയും നാരങ്ങയാണ് ഇവിടുത്തെ ഭയങ്കരമായ. പിന്നെ ഈ ഉണ്ടവളോ ഇത് നമ്മുടെ ക്യാപിച്ചിനോ അതല്ല, ക്യാപിച്ചോ അല്ല, അങ്ങനെയുള്ള മുളകല്ലത്. അത് പിടിച്ചിട്ടുണ്ട്. ബാക്കി കിഴങ്ങൊക്കെ ഉണ്ട്, നല്ല കിഴങ്ങൊക്കെ ഉണ്ട്. പാലുണ്ട്, അതുണ്ട്. ഓക്കെ, ഒത്തിരി ഐറ്റങ്ങളുണ്ടായിരുന്നു. ഒത്തിരി വെള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉള്ള ജ്യൂസും കൂസങ്ങളൊക്കെ കുടിച്ച് തണുപ്പല്ലയോ എല്ലാം കുടിച്ച് ആവശ്യത്തിന് ഇഷ്ടം പോലെ കുടിച്ച്. പിന്നെ ഡ്രൈവർ വേക്കൻസി ആയിട്ട് വന്ന് വീട്ടിലെ ഇത് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ പിന്നെ പുറകാലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടാം. വന്ന് 3 ദിവസമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. വീഡിയോ എടുത്തിട്ട് പഠിച്ചിട്ടിടുവാണ്. ഞാൻ എൻ്റെ റൂമിന് വെളിയിലോട്ടൊന്ന് ഇറങ്ങി കാണിക്കാം. അതാണ് നമ്മുടെ വണ്ടി. പക്ഷേ നമുക്ക് ഓടിക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വണ്ടി ഓടിക്കാനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുവന്നത്. പിന്നെ ഇതാണ് നമ്മുടെ അറബിയുടെ പുള്ളിയുടേതാണ്. മുരിങ്ങയൊക്കെ പോകുന്നുണ്ട്, ഒരു സൈസ് മുരിങ്ങയ്ക്കൊക്കെ പോകുന്നുണ്ട്. നല്ല പിന്നെ പുതിയ ഡ്രൈവർമാർക്കുള്ള ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. നല്ല ചാൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കിട്ടണം നമുക്ക്, നല്ല ചാൻസുകളാണ്. ഇതെല്ലാം ഡ്രൈവർമാരെ ആവശ്യമുള്ളതാണ്, ഇഷ്ടം പോലെ ഡ്രൈവർ. പിന്നെ അവനവന് എനിക്ക് കിട്ടിയതിപ്പോൾ 3 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം കൂടുതലായിട്ട് അവരെയൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്കറിയാമായിരിക്കും അവരെ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന്. നമ്മൾ ജോലിക്ക് വന്ന് ഇതിനേക്കാളും വലിയ കാടിട്ടെടുത്ത് നമ്മളിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ചെയ്യാനുള്ളൊരു മനസ്സോടെ വന്നേ. അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഡ്രൈവിങ് ഞാനല്ല, ആര് പറയുമ്പോൾ എന്താണെങ്കിലും ചെയ്യാനുള്ള മനസ്സോടെ വരിക. ഭയമൊന്നും വേണ്ട. ഭയത്തിനാണെങ്കിൽ എൻ്റെ
അത് ഞാൻ പിന്നെ വേറൊരു കഥയിൽ പറയാം. ഞാനത് കഥ പിന്നെ പറയാം. ഇപ്പോൾ എന്തായാലും ഞാൻ നിർത്താൻ പോകണം. കഞ്ഞിയൊക്കെ വെച്ച് ഞാൻ കിടന്ന്. പിന്നെ വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞാൽ വൈഫൈ എടുത്തിട്ടില്ല. പിന്നെ നെറ്റ് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ മൊബൈലിനകത്ത്. ഇവിടെ വന്നപ്പോൾ എയർപോർട്ടിൽ തന്നെ സിം എടുത്ത് അന്നേരം ചാർജ് ചെയ്തു. പക്ഷേ ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. ആ കഥ കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ള കഥയാണ്. ഇച്ചിരി തോനെയുണ്ട്. അങ്ങനൊരു കഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം കേട്ട് ഞാൻ ഇറങ്ങി ആകെ പേടിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇവിടെ വന്ന് പുള്ളി വന്ന് സിമ്മ് മേടിച്ചിട്ട് നമ്മളവിടെ കൊണ്ടുവന്ന് രാത്രി കൊണ്ടുവന്ന് കയറ്റി. പുള്ളിയുടെ വീട്ടിലോട്ടും പോയി. ഞാൻ എൻ്റെ ഇതിലോട്ടും കയറി. അങ്ങനെയൊക്കെയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ.